മൂന്നാർ വഴി മറയൂർ, അവിടെ നിന്ന് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കുള്ളൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും. എന്നാൽ നീലവാഗ അല്ലെങ്കിൽ ജക്രാന്ത പൂവ് എന്നറിയപ്പെടുന്ന ആ ഒരു മനോഹരമായൊരു പൂവ് പൂത്ത് നിൽക്കുന്ന ഒരു ഗംഭീര ഭംഗി ഈ വഴി പോകുമ്പോൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ളൊരു കാഴ്ച കാണാത്തവർക്കും, അതുമാത്രമല്ല വേനൽക്കാലത്ത് മൂന്നാറിൽ വന്നാൽ എന്തൊക്കെ കാണാനുണ്ടെന്നും ആ പോകുമ്പോൾ ഡ്രൈ ആയി നിൽക്കുന്ന സമയത്ത് പോലും മൂന്നാറിൻ്റെ ഭംഗി എത്രമാത്രം ഗംഭീരമാണെന്ന് കാണിക്കുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നിലവിൽ മാർച്ച് മാസത്തിലാണ് ഞാൻ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം തിരക്കുള്ള ഒരു സമയമല്ല ഇത്. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ അധികം സഞ്ചാരികളോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ കാണാൻ അധികം സാധിക്കില്ല. ആ സമയത്ത് തന്നെ വളരെ സ്വസ്ഥമായിട്ട് അധികം തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാതെ മൂന്നാർ എത്രമാത്രം ഗംഭീരമായി ഏറ്റവും നല്ല ബ്യൂട്ടിഫുള്ളായി കാണാൻ പറ്റും എന്നുള്ള കുറച്ച് വിഷ്വൽസാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. സമയം രാവിലെ 7 മണി ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഈ ഒരു സമയത്ത് യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ. ഇവിടെ മൂന്നാർ ടൗണിലെത്തിയതിന് ശേഷം മറയൂരിലേക്കുള്ള റൂട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ആ റൂട്ട് പോകുമ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കിട്ടുമെങ്കിലും കൂടെ ഞാൻ ചൂസ് ചെയ്തത് ഈ കാണുന്ന ആ ഒരു പാലം കയറിയതിന് ശേഷം വലതേ സൈഡിൽ കാണുന്ന ഒരു ചെറിയൊരു ചായക്കടയാണ്. ഇവിടെ വന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചായയും വടയും ഇഡ്ഡലിയൊക്കെ നല്ല ക്രിസ്പായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വഴി പോകുന്നവർ ഈ കടയിൽ കയറാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഒരുപാട് സൗകര്യങ്ങൾ നോക്കുന്നവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നല്ലൊരു രീതിയിൽ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം വേണ്ടുന്നവർക്ക് ഇത് നല്ലൊരു പോയിൻ്റാക്കി മാറ്റാം. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം വീണ്ടും ആ യാത്ര മറയൂർ ലക്ഷ്യമാക്കിയിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് വഴിയോരങ്ങളിൽ കാണാനുള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ മറയൂർക്ക് 39 കിലോമീറ്ററും ചിന്നാർക്ക് 56 കിലോമീറ്ററും എന്നുള്ള സൈൻ ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ റൂട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളാണുള്ളത്. ഒരുപാട് ടീ ഫാക്ടറീസ് ആയിട്ടും പിന്നെ ഇരവികുളം നാഷണൽ പാർക്കൊക്കെ നമുക്ക് ഈ പോകുന്ന വഴി തന്നെ കാണാൻ പറ്റും. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് അവിടെ കയറി കഴിഞ്ഞാൽ വലിയ നഷ്ടമൊന്നും തോന്നില്ല. ഒരുപാട് വരയാടുകളൊക്കെ കണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോരാൻ പറ്റും. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് ഓപ്ഷൻസാണ് ഈ റൂട്ടിലുള്ളത്. അത് പല രീതിയിലായിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉല്ലാസയാത്ര എന്നുള്ള രീതിയിലും, ഇനിയിപ്പോൾ അതല്ല എറണാകുളത്ത് നിന്ന് ബസ് കയറി മറയൂർക്ക് വരാനുള്ള രീതിയിലായാലും, ഇനിയിപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് കയറിയിട്ടാലും എങ്ങോട്ട് എത്താനുള്ള ആക്സസിബിലിറ്റി വളരെ കൂടുതലാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി. തേയിലത്തോട്ടങ്ങളുടെ വിവിധ തരം രീതിയിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ റൂട്ടിൽ മെയിനായിട്ട് നല്ല രീതിയിൽ അട്രാക്ഷൻ കിട്ടുന്നത്. അങ്ങനെ കുറച്ച് ദൂരം പോകുമ്പോൾ നമ്മൾ വാഗുവര എന്ന് പറഞ്ഞ ആ ഒരു ടീ ഫാക്ടറിയുടെ മുമ്പിലെത്തും. അവിടെ എത്തുമ്പോഴൊക്കെ ഭയങ്കര രസമാണ് അവിടുത്തെ ആ ഒരു കാഴ്ചകൾ കാണാൻ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ജക്രാന്ത പൂവിൻ്റെ നല്ല ഭംഗിയുള്ള ആ ഒരു വഴിയും ആ കൊഴിയണ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആ ഒരു പച്ചപ്പിൽ തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ഇതുപോലത്തെ വയലറ്റ് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാഴ്ച നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഡ്രൈവിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനവും സന്തോഷമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഇതിൻ്റെ ആ ഒരു സീസൺ ടൈം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും മൂന്നാറിൽ വർഷത്തിലെ എല്ലാ മാസവും ഇതുപോലെ ഫ്ലവറിങ് സീസൺ പല ഇടങ്ങളിലായിട്ട് വരുന്നതാണ്. അത് പല പൂക്കളായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പല രീതികളിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആൾക്കാരെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഇതുപോലത്തെ ആ ഒരു ജക്രാന്ത സീസണിലെ ആ ഒരു ഫ്ലവേഴ്സിനെ തന്നെയാണ്. അതൊരു പക്ഷേ ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ആവാം. ആ ഒരു പർപ്പിൾ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ആ ഒരു കളറും അത് നിൽക്കുന്നത് നമ്മളുടെ ആ ഒരു തേയിലത്തോട്ടങ്ങളുടെ ആ ഒരു പച്ചപ്പിൽ പൊതിഞ്ഞിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ ആരെയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിങ്ങനെ നിൽക്കുന്നത്. മറയൂർ റൂട്ടിലേക്ക് പോകുമ്പോൾ വാഗുവര എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കിത് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത്.
ശരിക്കും ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് തെക്കൻ അമേരിക്കയിൽ നിന്നും കടൽ കടന്നെത്തിയ ഒരു നീല വസന്തമാണ് ഈ കാണുന്ന പൂവ്. അതുകൊണ്ട് തന്നെ ഇത് പൂക്കുന്ന സമയത്ത് സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ നീലവാഗയുടെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടങ്ങുമ്പോൾ പിന്നെ എത്തുന്ന ഒരു സ്പോട്ടാണ് ലക്കം വാട്ടർഫോൾസ്. സത്യം പറഞ്ഞാൽ ഇതൊരു മഴക്കാലത്തും അല്ലെങ്കിൽ വെള്ളമുള്ള സമയത്തൊക്കെ തന്നെയാണ് ഇതിനെ കാണാനൊരു ഭംഗിയും അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലുള്ളത്. നിലവിൽ ഇപ്പോൾ അത് ഡ്രൈ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും ആ യാത്ര ഇതുപോലത്തെ ആ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ വീണ്ടും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പോകുന്ന വഴിയിൽ ഇതുപോലെ റിപ്പിളിൻ്റെ ആ ഒരു ചായ് ബസാർ നല്ലൊരു പ്രൈം സ്പോട്ടിലും കാണാൻ പറ്റും. അങ്ങനെ യാത്രകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തേയിലത്തോട്ടങ്ങളുടെ വ്യൂ പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങും. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് ചന്ദനക്കാടിൻ്റെ കുറച്ച് ഭംഗികളായിരിക്കും. മറയൂർ ഭാഗം എത്താൻ തുടങ്ങി എന്ന് സൂചിപ്പിക്കുന്ന കുറച്ച് കാഴ്ചകളായിരിക്കും ഈ മരം വരുന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടതുവശത്തായിട്ട് നമുക്കൊരു ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇവിടെ ഇറങ്ങി വേണമെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പാർക്ക് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ചന്ദനക്കാടിൻ്റെ ആ ഒരു ഭംഗി കൂടുതൽ കാണാൻ പറ്റുന്നത്. അത് ഏത് രീതിയിലുള്ള കാഴ്ചകളാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു 5 മിനിറ്റിൻ്റെ ഡ്രൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്തുന്നത് ഫസ്റ്റ് ആ മറയൂർ ടൗണിൻ്റെ ആ ഒരു പരിസരത്തേക്കായിരിക്കും. ഇവിടെ ആവശ്യത്തിനുള്ള കടകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. മാത്രമല്ല ഒരു ബസ് സ്റ്റാൻഡും നമുക്കിവിടെ സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ മറയൂർ എത്തിയതിന് ശേഷം ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാന്തല്ലൂർ എന്ന് പറഞ്ഞാൽ മറ്റൊരു മനോഹരമായ ഗ്രാമമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയതിൻ്റെ മറ്റൊരു വിഷ്വൽസ് ഞാൻ അടുത്തൊരു വ്ളോഗിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മറയൂരിൽ നിന്ന് നേരെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കുള്ളൊരു യാത്രയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാന്തല്ലൂർ വന്ന് കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും അത് മാത്രമല്ല ഇവിടെ വന്നാൽ താമസിക്കേണ്ട നല്ലൊരു മഡ് ഹൗസിൻ്റെ ഡീറ്റെയിൽസും അടുത്തൊരു വ്ളോഗിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് യാത്ര നേരെ ആ ഒരു ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ലക്ഷ്യമിട്ട് തന്നെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കാം. ശരിക്കും ചിന്നാർ ഫോറസ്റ്റിൻ്റെ എല്ലാ ഭംഗിയും കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പച്ചപ്പിൽ നിൽക്കുന്ന ഒരു കാട് കാണണമെന്നുണ്ടെങ്കിൽ ആ മൺസൂൺ കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും നല്ല ടൈം. ഈ ഒരു സമ്മർ ടൈമിൽ ഉണങ്ങി വരണ്ടെടുക്കുന്ന ആ ഒരു കാടിനായിരിക്കും നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. പക്ഷെ എന്നിരുന്നാലും ആ കാടിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ആ കാട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം അത് ഗംഭീരമാണെന്നും അതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. ശരിക്കും കാടിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ദൂരം വന്നതിന് ശേഷമാണ് ഇവിടുത്തെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ട് നമ്മളെ വണ്ടി നമ്പറും ആ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തതിന് ശേഷമാണ് നമ്മളെ അങ്ങോട്ട് കടത്തി വിടുള്ളൂ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് മറ്റൊരു ചെക്ക് പോസ്റ്റ് ഇതുപോലെ ഇവിടെ കാണാൻ പറ്റും. അത് ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ചെക്ക് പോസ്റ്റാണ്. പക്ഷെ നമ്മളിപ്പോൾ തമിഴ്നാട് ഡയറക്ഷൻ പോകുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ വേറെ ചെക്കിംഗ് ഒന്നുമില്ല. പക്ഷേ മറിച്ച് കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റൊരു ചെക്ക് പോസ്റ്റിൽ നമ്മൾ വേറെ നിർത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് വേറെ ചെക്കിംഗ് ഒന്നും ഇവിടെ വന്നില്ല. പകരം ആ പേരും ആ ഡീറ്റെയിൽസും മാത്രം ഈ ഒരു സെക്കൻഡ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ എഴുതി കൊടുത്താൽ മതി. നമ്മൾ കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞൊരു 300 മീറ്റർ 400 മീറ്ററുള്ള ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ചെക്ക് പോസ്റ്റ് എത്തും. അപ്പോൾ ആ 2 ചെക്ക് പോസ്റ്റിൽ നമ്മളെ പേരും ഡീറ്റെയിൽസ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതേപോലത്തെ യാത്ര ഇങ്ങനെ തുടരാം. ഈ ഡ്രൈ സീസണിലൊക്കെ നമ്മൾ ഈ ചിന്നാർ ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് ആഫ്രിക്കൻ കാടിൻ്റെ എവിടേക്കോ ഒരു ചായ്വ് നമുക്ക് ഈ ഒരു കാടിൻ്റെ രൂപത്തിൽ കാണാൻ പറ്റും. പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ ഒരു ഗംഭീര റൂട്ടിൽ ഒന്നാണ് മൂന്നാറിൽ നിന്ന് മറയൂർ വഴി നേരെ ചിന്നാർ ഫോറസ്റ്റ് വഴി എക്സിറ്റ് ചെയ്ത് നമ്മൾ കേരളത്തിലേക്ക് വരുന്ന ആ ഒരു റൂട്ട്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ് ഈ ഒരു റൂട്ടിൽ കൂടെ പോകാൻ തന്നെയാണ്. അതിൻ്റെ കാരണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ്. നമുക്ക് ഫസ്റ്റ് കിട്ടിയത് തേയിലത്തോട്ടങ്ങളുടെയും ആ ഒരു പച്ചപ്പിൻ്റെയും ഭംഗിയാണെങ്കിൽ ഇപ്പം നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന കാടിൻ്റെ ഒരു ഭംഗിയാണ്.
ഇനി കുറച്ച് നേരത്തേക്ക് ഞാൻ എൻ്റെ വോയിസ് ഓവറും ഇതിൻ്റെ മ്യൂസിക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഈ കാട്ടിൽ കൂടെ ഞാൻ പോയപ്പോൾ കിട്ടിയ ആ ഒരു സൗണ്ട് എഫക്ട്സ് വെച്ചിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ആയിരിക്കും കാണാൻ പോകുന്നത്. ആനനെയും കൂടിയും കണ്ടപ്പോൾ നമുക്ക് ആ ഒരു ട്രിപ്പിൽ ഭയങ്കര ഒരു പൂർണ്ണതയാണ് വന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആനനെ കാണുന്നേക്കാൾ മുമ്പ് ഭയങ്കര ഒരു ആഗ്രഹം വരുമെങ്കിലും കൂടെ നമ്മൾക്ക് ആ ഒരു ആഗ്രഹമൊക്കെ ഇഷ്ടപ്പെടുന്നത് ആന സൈലൻ്റ് ആയിട്ട് അവിടെ നിന്ന് നമ്മൾ സേഫായിട്ട് പോരുമ്പോൾ മാത്രമാണ്. പെട്ടെന്ന് ഈ ആന നമ്മൾ കുത്താൻ വന്നാലോ അല്ലെങ്കിൽ ഓടി എത്തിക്കഴിഞ്ഞാലോ തീരാവുന്ന ആഗ്രഹം മാത്രമാണ് ഈ ആനനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റി മുൻനിർത്തി തന്നെ നമ്മൾ ആ കാട്ടിലൂടെ വണ്ടി ഓടിച്ച് പോവുക. ആനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഫോട്ടോ എടുക്കാനോ അതിനൊന്നും നിൽക്കരുത്. ആ ഫോറസ്റ്റിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരുവിധം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഫോറസ്റ്റിൽ കൂടെ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ പോകാൻ പറ്റും. അങ്ങനെ കുറച്ചധികം നേരം തന്നെ ആ കാട്ടിലൂടെ യാത്ര ചെയ്ത് പതുക്കെ നമുക്ക് ആ ഒരു എക്സിറ്റ് ചെയ്യേണ്ട ഭാഗത്തെത്തുമ്പോൾ മറ്റൊരു ചെക്ക് പോസ്റ്റ് എത്തും. ഇവിടെ വേറെ ഒന്നും എഴുതി കൊടുക്കാനൊന്നുമില്ല. നമ്മൾ കാണുമ്പോഴേക്കും അവരെ തുറന്നു തരും. പിന്നെ നമുക്ക് ഈ ഒരു എക്സിറ്റ് റൂട്ടിലെത്താം. ഇവിടെ വേണമെങ്കിൽ കയറി ഒരു ചായ കുടിച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയും ചെയ്യാം. ഇനി ഇവിടുന്ന് ഞാൻ പോകുന്നത് കുറച്ച് തമിഴ്നാട് ഗ്രാമങ്ങളിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാട് എക്സിറ്റ് ചെയ്ത് നമ്മൾ നേരെ ആനമലയിൽ ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ കൊല്ലങ്കോട് ഡയറക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗ്രാമക്കാഴ്ചകൾ, അതായത് തമിഴ്നാടിൻ്റെ കുറച്ച് നല്ല നല്ല ഗ്രാമക്കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് എത്താൻ പറ്റും. പണ്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായതും എന്നാൽ ഇപ്പോൾ അധികം കാണാൻ പറ്റാത്തതുമായൊരു കാഴ്ചയാണ് നമുക്കിതാ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റുന്നത്. തമിഴ്നാട് സൈഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കിതുപോലത്തെ ഒരുപാട് നല്ല മരങ്ങൾ, നല്ല തണൽ തരുന്ന മരങ്ങൾ ഹൈവേൻ്റെ സൈഡിൽ ഇങ്ങനെ രണ്ട് സൈഡിലും ചുറ്റും ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നല്ല റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് ഒരു അടിപൊളി അനുഭവമാണ്. അങ്ങനെ സൈൻ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ആനമലയ്ക്ക് ലെഫ്റ്റിലേക്കുള്ള ഒരു 36 കിലോമീറ്ററിൻ്റെ ഒരു സൈൻ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ വഴി പോകുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഓല മേയണ ഒരുപാട് സ്ഥലങ്ങൾ, അതും നല്ല ഗ്രാമീണ കാഴ്ചകളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നല്ല 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 കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞത് പണ്ട് നമ്മളുടെ ആ ഒരു കേരളത്തിൽ കണ്ടിരുന്ന കാഴ്ചകൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനകത്ത് നമ്മൾ മൂന്നാർ വന്നതിന് ശേഷം മറയൂർ വഴി ചിന്നാർ ഫോറസ്റ്റ് കയറി, എന്നിട്ട് നമ്മൾ തമിഴ്നാടിൻ്റെ ഭാഗത്ത് കൂടെ കേരളത്തിലേക്ക് കയറുന്ന ആ ഒരു എക്സിറ്റ് റൂട്ടും കൂടി എടുത്ത് പോകുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഞാൻ മാക്സിമം ഒതുക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനത്തെ ഒരു യാത്രയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സ് എന്താണെന്നും അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്പണായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അത് നാവിഗേറ്റർ ദി എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്കത് അറിയിക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.